നിങ്ങൾക്ക് ഇതുപോലെ സിമ്പിൾ ന്യൂഡ് മേക്കപ്പ് ഇഷ്ടമാണോ? എന്നാൽ പിന്നെ ഈ ലുക്ക് എങ്ങനെ കിട്ടുന്നെന്ന് നോക്കിയാലോ. ബേസ് ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫൗണ്ടേഷനോ BB ക്രീമോ എന്ത് വേണമെങ്കിലും ഇടാം. ഇത് രണ്ടും ഇട്ടിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ബെയർ ആയിട്ടുള്ള ഫേസിലും ഈ ഒരു മേക്കപ്പ് അടിപൊളിയായിട്ട് തന്നെ വരും. ആദ്യം തന്നെ ഏതെങ്കിലും ഒരു ന്യൂഡ് ലിപ്സ്റ്റിക് എടുത്തിട്ട് ഈ കാണുന്നത് പോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിനെ നല്ലോണം ബ്ലെൻഡ് ചെയ്തെടുക്കുക. ബ്ലെൻഡിങ്ങിലാണ് എല്ലാ കാര്യവും ഉള്ളത്. എത്രത്തോളം നന്നായിട്ട് നിങ്ങൾ ബ്ലെൻഡ് ചെയ്യുന്നോ അത്രത്തോളം മേക്കപ്പ് നാച്ചുറൽ ആയിട്ട് തോന്നും. അതെ, ഈ കണ്ണിന്റെ മേലെ ഇടുന്നത് ഐഷേഡോ തന്നെയാണ്. ലിപ്സ്റ്റിക്കിന് പകരം ഒരു ബ്രൗൺ ഐഷേഡോ ഞാൻ ഇട്ട് കൊടുത്തു. എന്നിട്ട് അതിനെയും നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തു. ഇനി കണ്ണിന്റെ താഴെ കൂടെ അതേ ഒരു ഐഷേഡോ തന്നെ ഇട്ട് കൊടുക്കാം. അപ്പോഴാണ് ഒരു കംപ്ലീറ്റ് ഐ ലുക്ക് കിട്ടുള്ളൂ. അത് ഞാൻ ചീക്കിലും കൂടെ ഇട്ട് കൊടുത്തു, ചീക്കിന്റെ ഏറ്റവും ബേസിൽ. അപ്പോൾ ഒരു കോണ്ടറിങ് ലുക്ക് കിട്ടുകയും ചെയ്യും. ഇനി നമ്മൾ ആദ്യം ഇട്ട് കൊടുത്തൊരു ന്യൂഡ് ലിപ്സ്റ്റിക് ഇല്ലേ, അത് തന്നെ ചുണ്ടിലും കൂടെ ഇട്ട് കൊടുത്തു. അതിന്റെ മേലെ വേറൊരു മാറ്റ് ലിപ്സ്റ്റിക് കൂടെ ഇട്ട് കൊടുത്തു. ഇനി ഏതെങ്കിലും ഒരു ഹൈലൈറ്റർ എടുത്തിട്ട് കണ്ണിന്റെ കോർണേഴ്സിൽ ഇതുപോലെ ചെയ്ത് കൊടുക്കാം. ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഗോൾഡൻ ഷെയ്ഡുള്ള ഒരു ഹൈലൈറ്റർ ആണ്. അത് ഈ ഒരു ലുക്കിന് പ്രത്യേക ഭംഗി തന്നെ കൊടുക്കും. അത് തന്നെ നമ്മുടെ ചീക്സിന്റെ ഏറ്റവും ഹയസ്റ്റ് പോയിന്റ്സിലും, പിന്നെ ലിപ്സിന്റെ ക്യൂപ്പിഡ്സ് ബോയിലും, നോസ് ബ്രിഡ്ജിന്റെ മേലെയും, പിന്നെ ഇതുപോലെ കണ്ണിന്റെ താഴെയും അപ്ലൈ ചെയ്യുമ്പോൾ നല്ലൊരു ഭംഗി വരും. ഗോൾഡൻ കളർ ഹൈലൈറ്റർ തന്നെ വേണമെന്നില്ല, നിങ്ങളുടെ കയ്യിൽ വേറെ ഏതെങ്കിലും ഹൈലൈറ്ററിന്റെ അത് യൂസ് ചെയ്താലും മതി. ഇനി നമുക്ക് ഐസ് ഒന്ന് ഐലൈനർ വെച്ചിട്ടൊന്ന് ലൈൻ ചെയ്ത് കൊടുക്കാം. അത് മേലെയും ചെയ്ത് കൊടുക്കാം, പിന്നെ താഴെ ഒന്ന് ജസ്റ്റ് ലൈറ്റായിട്ടൊന്ന് ലൈൻ ചെയ്തിട്ട് അതിനെ ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കണ്ണ് നല്ലൊരു പോപ്പപ്പ് ചെയ്തൊരു ലുക്ക് വരും. ഇനി ഞാൻ ചെയ്യുന്ന ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് വേണേൽ സ്കിപ്പ് ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് ഇതുപോലെ ലൈൻ ചെയ്ത ലുക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഒരു ഡാർക്ക് ലിപ്സ്റ്റിക് എടുത്തിട്ട് ഒന്ന് ലിപ്സിനെ ലൈൻ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിനെ ഒന്ന് സ്മഡ്ജ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ചെറിയ ലിപ്സൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഇതുപോലെ ചെയ്യുമ്പോൾ ലിപ്സ് കുറച്ചും കൂടി ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ട് വരും. ലിപ്സിന് നിങ്ങൾക്ക് കുറച്ചുകൂടെ സ്ട്രക്ചർ കൊടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതേപോലെ ലൈൻ ചെയ്തിട്ട് അതിനെ ഒന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഗ്ലോസി ഫിനിഷാണ് ഇഷ്ടമെങ്കിൽ അതിൻ്റെ മേലെ ഏതെങ്കിലും ഒരു ലിപ് ഗ്ലോസ് യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. സിമ്പിൾ ആയ ലുക്കാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ടാറ്റാ.